യേശു മടങ്ങി വരുന്നതിന് മുമ്പ് ഇസ്രായേലിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നതിന്റെ ഒരു ടൈം ലൈനാണിത്. നമ്മുടെ ഈ പ്രവചന ടൈം ലൈനിലെ 17 അടയാളങ്ങളും ഇന്ന് ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ആദ്യത്തെ അടയാളത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അങ്ങയുടെ രണ്ടാമത്തെ വരവിന്റെ അടയാളം എന്തൊക്കെയായിരിക്കുമെന്ന് ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് ചോദിച്ച സമയത്ത് ഒരു ലോകമഹായുദ്ധമായിരിക്കുമെന്നോ അല്ലെങ്കിൽ എതിർ ക്രിസ്തു വരുമെന്നോ അല്ല ആദ്യം പറഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുമ്പ് യേശു അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത ദേവാലയം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ദേവാലയം ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ബാക്കിയില്ലാത്ത വിധം അത് തകർക്കപ്പെടും എന്ന് പറഞ്ഞു. ശേഷം സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാവോ? കൃത്യം 40 വർഷങ്ങൾക്ക് ശേഷം റോമൻ സൈന്യം യെരുശലേമിനെ ആക്രമിച്ച് ആ ദൈവാലയം കത്തിച്ചു. കല്ലിന്മേൽ കല്ലില്ലാത്ത രീതിയിൽ അവർ അത് പൊളിച്ചടുക്കി. അതിനുശേഷം ഇന്നുവരെ ആ ദൈവാലയം പണിതിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാവോ? ഒരു ദിവസം ആ ദൈവാലയം വീണ്ടും പണിയുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഈ ടൈം ലൈനിലെ നാലാമത്തെ അടയാളത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. കാരണം ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ആ നാലാമത്തെ അടയാളം അവിടെ നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രണ്ടും മൂന്നും അടയാളങ്ങളെക്കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്ന് നാം വാർത്തകളിൽ കാണുന്ന ഇസ്രായേൽ. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. റോം ദൈവാലയം നശിപ്പിച്ച് ജൂതന്മാരെ തടവിലാക്കിയതിനു ശേഷം ഏകദേശം 2000 വർഷങ്ങളായിട്ട് ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ബൈബിൾ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മറ്റ് രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോകും എന്ന്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. സ്വന്തമായിട്ടൊരു സ്ഥലമോ സൈന്യമോ സർക്കാരോ ഒന്നുമില്ലാതെ ഇസ്രായേൽ ജനം പല രാജ്യങ്ങളിലായി താമസിച്ചു. പക്ഷെ ദൈവം അടുത്ത് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നിങ്ങളെ രാഷ്ട്രങ്ങളിൽ നിന്ന് കൂട്ടി എല്ലാ രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച് നിങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. 1998 ഈ ഒരു പത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. അതിൽ പറയുന്നത് അരനൂറ്റാണ്ടിന് ശേഷം സയനിസ്റ്റ് സ്വപ്നം യാഥാർത്ഥ്യമായി. ജൂതരാജ്യം രൂപപ്പെട്ടു എന്ന് 1948 മെയ് 14 നടന്ന അത്ഭുതകരമായ സംഭവങ്ങളെക്കുറിച്ച് അത് പറയുന്നുണ്ട്. 1900 വർഷങ്ങൾക്ക് ശേഷം അന്നാണ് ഇസ്രായേൽ ഒരു രാജ്യമായി മാറിയത്. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. ദൈവം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി അവിടെ അത് സംഭവിച്ചു. ഇന്ന് നാം വാർത്തകളിൽ കാണുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നിറവേറണമെങ്കിൽ ആദ്യം ഇസ്രായേൽ ഒരു രാജ്യമായി മാറേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെട്ട ഉടൻ തന്നെ രണ്ടാമത്തെ അടയാളം സംഭവിച്ചു തുടങ്ങി. ഇസ്രായേലിൽ ഇനി യുദ്ധങ്ങൾ ഉണ്ടാകുമെന്ന് പല ബൈബിൾ പ്രവചന പണ്ഡിതന്മാർക്കും അറിയായിരുന്നു. കാരണം അന്ത്യകാലത്ത് സംഭവിക്കുന്ന പല അടയാളങ്ങളും നടക്കേണ്ടത് ജൂതന്മാരുടെ നിയന്ത്രണത്തിലുള്ള യെരുശലേമിലാണ്. എന്നാൽ 1948 യെരുശലേമിന്റെ പകുതി മാത്രമേ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം 1967 ഉണ്ടായ യുദ്ധത്തിലാണ് അവർക്ക് നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ലഭിച്ചത്. അങ്ങനെയാണ് പല ബൈബിൾ പ്രവചനങ്ങളും അവിടെ നിറവേറിയത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ സമയത്ത് തന്നെ നാലാമത്തെ അടയാളം ഇസ്രായേലിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശുദ്ധമായ സ്വർണത്തിൽ ഉണ്ടാക്കിയ ഈ കൂറ്റൻ മെനോറ ഒന്ന് നോക്കിക്കേ. ബൈബിളിൽ ദൈവം പുരാതന ദൈവാലയത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന കൃത്യമായ അളവുകളും മാനദണ്ഡങ്ങളും വെച്ചുണ്ടാക്കിയ ഒരു മെനോറയാണിത്. ഇത് ഇന്ന് യെരുശലേമിലുണ്ട്. ജൂതന്മാർ ഇപ്പോൾ മൂന്നാമത്തെ ദൈവാലയം പണിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ദൈവാലയത്തിന് വേണ്ട മറ്റ് പല സാധനങ്ങളും അവർ നിർമ്മിച്ചു കഴിഞ്ഞു. ദൈവാലയം ശുദ്ധീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിൽ പ്രധാനമായ ലോകത്ത് അങ്ങനൊരു ഇനമേ ഇല്ല എന്നുണ്ടായിരുന്ന ചുവന്ന പശുക്കിടാക്കളെ അവർ നിർമ്മിച്ച് ഇപ്പോൾ വളർത്തുന്നുണ്ട്. ബൈബിൾ ടൈം ലൈൻ പ്രകാരം 13ാമത്തെ അടയാളം നടക്കുന്നതിന് മുമ്പ് ഈ ദൈവാലയം പണിയപ്പെടണം. ബാക്കിയുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. എന്നാൽ രാഷ്ട്രീയവും സുരക്ഷാപരമായ കാരണങ്ങൾ കാരണം ടെമ്പിൾ മൗണ്ടിന്റെ നിയന്ത്രണം ഇപ്പോൾ ജൂതന്മാരുടെ കയ്യിലില്ല. ഇത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ ഇന്ന് വാർത്തകളിൽ കാണുന്ന ഇസ്രായേൽ യുദ്ധത്തിലേക്കാണ്. ഈ യുദ്ധം നമ്മുടെ ടൈം ലൈനിലെ അടുത്ത 4 അടയാളങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. 6 മുതൽ 8 വരെയുള്ള അടയാളങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. നാം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു യുദ്ധമായിരിക്കും അത്. പക്ഷേ ഈ വലിയ യുദ്ധം നടക്കുന്നതിന് തൊട്ടു മുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് 5ാമത്തെ അടയാളം. അതുകൊണ്ടാണ് 5ാമത്തെ അടയാളം പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി ബാക്കിയുള്ളവ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ഈ സമയത്ത് ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. ഇതിന്റെ അകത്തുള്ള ഒരു രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പേർഷ്യ എന്നറിയപ്പെടുന്ന ഇറാനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അന്ത്യകാലത്ത് ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന 5 രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഇറാനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 4 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ യെഹെസ്കേൽ 38 അധ്യായത്തിൽ പറയുന്നത് ഇന്നത്തെ ഗോലൻ ഹൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ വടക്കുവശത്തുള്ള മലനിരകളിൽ വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് ലിബിയ, സുഡാൻ, തുർക്കി, റഷ്യ എന്നീ രാജ്യങ്ങൾ ഇറാന്റെ കൂടെ ചേരും എന്നാണ് ബൈബിൾ പറയുന്നത്. ഇതിലുള്ള ഒരു കൗതുകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്രമിക്കുമെന്ന് പറയുന്ന ഈ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല സമാധാനത്തിലാണ്. മാത്രമല്ല
ഇവർക്കെല്ലാവർക്കും ഇസ്രായേലിനോട് ഒരു വെറുപ്പുമുണ്ട്. ഈ യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങളുടെ കൂടെ ചേരാനായിട്ട് റഷ്യയെയും അവിടുത്തെ ഭരണാധികാരിയെയും ആരെങ്കിലും നിർബന്ധിക്കേണ്ടി വരും എന്നാണ് ബൈബിൾ പറയുന്നത്. അത് സാമ്പത്തികമോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളോ ആകാൻ സാധ്യതയുണ്ട്. നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ ഒരുമിച്ച് ആക്രമിക്കും. പക്ഷേ ഈ യുദ്ധത്തിൽ ദൈവം ഇടപെടും. ഈ 5 രാജ്യങ്ങളും ഗോലൻ ഹൈറ്റ്സിലെത്തും. അവർ ഒരു മേഘം പോലെ ഇസ്രായേലിനെ മൂടുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഭീമമായ സൈനിക വ്യൂഹമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷേ അവർ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടാകും എന്ന് ബൈബിൾ പറയുന്നു. അതിനുശേഷം റഷ്യയുടെ ആയുധങ്ങൾ പണിമുടക്കും. അതായത് വർക്ക് ചെയ്യില്ല. എന്നിട്ട് ആ ആയുധം അവരുടെ മേൽ തന്നെ പൊട്ടിത്തെറിക്കാനായിട്ട് ദൈവം ഇടയാക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇത് ഈ 5 രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാക്കും. അത് എത്രത്തോളം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് പകരം അവർ തമ്മിൽ തമ്മിൽ ആക്രമിക്കാൻ തുടങ്ങും. ഇത്രയും പോരാഞ്ഞിട്ട് ഈ സൈന്യത്തിന് നേരെ ദൈവം പേമാരിയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അന്ത്യകാലം അടുത്തു എന്നതിന്റെ വലിയൊരു അടയാളമായതുകൊണ്ട് തന്നെ ബൈബിൾ അധ്യാപകർ ഈ പ്രവചിക്കപ്പെട്ട യുദ്ധത്തിന് വലിയ പ്രാധാന്യം നൽകാറുണ്ട്. എന്നാൽ ഏഴാമത്തെ അടയാളത്തിൽ സംഭവിക്കുന്ന കാര്യം പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ സംസാരിച്ച ആറാമത്തെ അടയാളം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഏഴാമത്തെ അടയാളവും സംഭവിക്കുന്നത്. ഈ യുദ്ധത്തിൽ പങ്കുചേരാത്ത രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണത്. അന്ത്യകാലത്തിന്റെ സൂചനയുമായി ബന്ധപ്പെട്ട് ബൈബിൾ പ്രവചനങ്ങൾ പഠിക്കുന്ന നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു അടയാളമാണത്. പണ്ട് ഇസ്രായേലിന്റെ ബദ്ധശത്രുക്കളായിരുന്ന ഈജിപ്റ്റ്, ഇറാഖ് പോലുള്ള പല രാജ്യങ്ങളും ഇന്നത്തെ അറബ് രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലുമായി ഒരു രീതിയിൽ സമാധാനത്തിൽ തന്നെയാണ്. എന്നാൽ കാര്യങ്ങൾ ഇതിലും ഗൗരവമാണ്. മുൻകാലങ്ങളിൽ ഇസ്രായേലിനെ സംരക്ഷിച്ചിരുന്ന അമേരിക്ക പോലുള്ള പല രാജ്യങ്ങൾ ഇനി അവരെ സഹായിക്കാൻ വരില്ല. ഈ പ്രവചന യുദ്ധം നടക്കുന്ന സമയത്ത് ഈ കൊച്ചു രാജ്യത്തെ സംരക്ഷിക്കാൻ ദൈവം മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞ അന്ത്യകാലത്ത് അമേരിക്ക ഇസ്രായേലിന്റെ സഖ്യകക്ഷി ആയിരിക്കില്ല. അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നത്തിൽപ്പെട്ട് അവർ നിൽക്കുമായിരിക്കും. എന്തായാലും ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഒറ്റയ്ക്കായിരിക്കും. ഈ വീഡിയോയിൽ പറയുന്ന പല അടയാളങ്ങളെയും പോലെ തന്നെ അടുത്ത അടയാളത്തെക്കുറിച്ചും പല തർക്കങ്ങളും നിലവിലുണ്ട്. അതുകൊണ്ട് ബൈബിൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം മാഗോഗിന്റെ മേലും സമുദ്ര തീരങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ മേലും ദൈവം തീ അയക്കുമെന്ന് എഹെസ്കേൽ 39 അധ്യായം പറയുന്നുണ്ട്. ഇതിലെ മാഗോഗ് എന്നത് റഷ്യയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം. എന്നാൽ സമുദ്ര തീരങ്ങൾ എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ഉൾപ്പെടാത്ത മറ്റ് പല രാജ്യങ്ങളുമാകാനാണ് സാധ്യത എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന തീ എന്നത് ഭൂമിയിൽ പെയ്യുന്ന ഒരു അമാനുഷിക അഗ്നി മഴയോ അല്ലെങ്കിൽ ലോകവ്യാപകമായി നടക്കുന്ന ഒരു ആണവ യുദ്ധമോ ആകാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തിന്റെ ഹിതം നിറവേറാനായിട്ട് ദൈവം പലപ്പോഴും മനുഷ്യരുടെ പ്രവൃത്തികളെ തന്നെ ഉപയോഗിക്കാറുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. നാം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ലോക മഹായുദ്ധമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഈ ടൈം ലൈനിലെ അടുത്ത അടയാളത്തിലേക്ക് ഇത് കൃത്യമായി വഴി തുറക്കുന്നുണ്ട്. വരുന്ന വർഷങ്ങളിൽ ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിനും സമാധാനം നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരാളുമായി ബന്ധപ്പെട്ടതാണ് ആ അടയാളം. എന്നാൽ അതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പ് അഞ്ചാമത്തെ അടയാളം എന്താണെന്നും ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായി അതിന് എങ്ങനെ ബന്ധമുണ്ട് എന്നും നമുക്ക് നോക്കാം. ഇസ്രായേൽ വലിയ സമാധാനത്തിലായിരിക്കുമെന്നും സംരക്ഷണത്തിനായിട്ട് അവർക്ക് മതിലുകൾ പോലും ആവശ്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇസ്രായേൽ കനത്ത സുരക്ഷയിലാണ് ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ വാക്യത്തിന്റെ അർത്ഥം ഇസ്രായേലിന് അവർ സുരക്ഷിതരാണെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ ശക്തി ഒന്ന് മയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കും എന്നതാണ്. ആ സമാധാനം ഉറപ്പിക്കാനായിട്ട് ഇസ്രായേൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവിനെ ഇല്ലാതാക്കുന്നതിന്റെ തുടക്കമാണോ ഇപ്പോൾ ഇറാനുമായിട്ട് ചെയ്യുന്ന ഈ യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു തിയറി മാത്രമാണ്. എങ്കിലും ഒരു അടയാളവുമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അവരുടെ ഇപ്പോഴത്തെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് വരെ ഈ 6 മുതൽ 8 വരെയുള്ള അടയാളങ്ങളിലെ യുദ്ധം നടക്കില്ല എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. 9ാമത്തെ അടയാളം നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ലൈനിലുള്ള 5 മുതൽ 8 വരെയുള്ള അടയാളങ്ങൾ 9ാമത്തെ അടയാളത്തിന് മുമ്പ് തന്നെ നടക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഈ 4 അടയാളങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യുദ്ധം സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതിന് പകരം 13ാമത്തെ അടയാളത്തിന് തൊട്ടു മുമ്പായിരിക്കാം നടക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ എഹെസ്കേൽ 32 അധ്യായത്തിൽ ഈ യുദ്ധത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ അടയാളങ്ങൾ ഈ ടൈം ലൈനിൽ ഇവിടെ തന്നെ വരുന്നത് തന്നെയാണ് ശരി എന്ന് തോന്നുന്നു. ശരി, ഇനി നമുക്ക് 9ാമത്തെ അടയാളത്തെക്കുറിച്ച് നോക്കാം. ഈ ഭയാനകമായ യുദ്ധം കഴിയുമ്പോൾ ലോകം സമാധാനത്തിന് വേണ്ടി കൊതിക്കും. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ തകർന്ന ഈ ലോകത്ത് സമാധാനവും സമൃദ്ധിയും തിരിച്ചു കൊണ്ടുവരാനായിട്ട് നല്ല പ്ലാനുകളുമായി ഒരു ഭരണാധികാരി ഉയർന്നു വരും എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഈ മനുഷ്യൻ ഇസ്രായേലും അവരുടെ അയൽക്കാരുമായിട്ട് 7 വർഷത്തേക്ക് ഒരു സമാധാന കരാർ ഉണ്ടാക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്.
ഈ 7 വർഷത്തെയാണ് ബൈബിൾ മഹോപദ്രവകാലം എന്ന് വിളിക്കുന്നത്. ലോകം മുഴുവൻ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കും ആ സമയത്ത്. അതിനുശേഷം ഇസ്രായേലിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം സംഭവിക്കും. യെരുശലേമിൽ എല്ലാ വിധത്തിലുള്ള തിന്മകളും നടക്കുന്ന സമയത്ത് ബൈബിൾ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്ന രണ്ടു പേർ അവിടെ വരും. യെരുശലേമിൽ ജീവിച്ച് ലോകം മുഴുവനും സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം ഈ രണ്ടുപേരെയും തന്റെ പ്രവാചകന്മാരായി നിയോഗിക്കും. ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസസ് ആയിരിക്കും അവർ. അഴുക്ക് പുരണ്ട കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളായിരിക്കും അവർ ചിലപ്പോൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? അവരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരെ അവർ വായിൽ നിന്ന് തീ തുപ്പും. അതിനുള്ള ശക്തി അവർക്കുണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. മഴ പെയ്യിക്കാതിരിക്കാനും ദൈവഹിതപ്രകാരം ഭൂമിയിൽ മഹാമാരികൾ വരുത്താനും അവർക്ക് ശക്തിയുണ്ടാകും. അവർക്കുള്ള ഈ ശക്തികളെല്ലാം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അത് മോശയും ഏലിയാവുമാകാനാണ് സാധ്യത എന്ന് ചില പണ്ഡിതന്മാർ ഊഹിക്കുന്നുണ്ട്. ആരായാലും ശരി, എതിർ ക്രിസ്തുവിന് ആ രണ്ടുപേരെയും ഇഷ്ടപ്പെടില്ല. കാരണം ആദ്യത്തെ 3.5 വർഷം അവർ ലോകത്തെ പറ്റിക്കുന്നവർക്കെതിരെ പ്രസംഗിക്കും. ഈ സമയത്ത് ദൈവം ഇസ്രായേലിൽ വളരെ അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടി ചെയ്യും. യെഹെസ്കേൽ 38 അധ്യായത്തിലെ യുദ്ധത്തിനു ശേഷം ഒരുപാട് ജൂതന്മാർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തുടങ്ങും. എതിർ ക്രിസ്തു ഇസ്രായേലുമായി സമാധാന കരാർ ഉണ്ടാക്കിയതിനു ശേഷം ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന 1,40,000 ജൂതന്മാരെ ദൈവം നിയോഗിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർ യേശുവിനെ സ്വീകരിക്കും. എന്നാൽ യെരുശലേമിലെ ആ 2 സാക്ഷികളെ പോലെ ഇവർക്കും ഈ ദൗത്യം പൂർത്തിയാക്കാനായിട്ട് 3.5 വർഷം മാത്രമേ സമയം ഉണ്ടാകത്തുള്ളൂ. ഇതിന് കാരണം ഇസ്രായേലിൽ ഇനി സംഭവിക്കാൻ പോകുന്ന അടുത്ത 4 അടയാളങ്ങൾ ലോകത്തെ മുഴുവൻ തലക്കീഴായി മാറ്റും എന്നതാണ്. അതും ഒട്ടും നല്ല രീതിയിലും അല്ല. ഈ അടുത്ത 4 അടയാളങ്ങളെക്കുറിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇതെല്ലാം ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എതിർ ക്രിസ്തു ആ 2 സാക്ഷികളെ കൊല്ലും. അതിനുശേഷമാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. അവർ കൊല്ലപ്പെട്ട ശേഷം അവരുടെ മൃതദേഹം യെരുശലേം തെരുവുകളിൽ കിടക്കുന്നത് ലോകം മുഴുവനും കാണുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഈ മനുഷ്യർ മരിക്കുന്നത് കണ്ടിട്ട് ആളുകൾ സങ്കടപ്പെടുന്നതിന് പകരം ലോകത്തുള്ള എല്ലാവരും അതിനെ ആഘോഷിക്കും. ക്രിസ്മസിന് എങ്ങനെയാണോ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്, അതേപോലെ ആഘോഷിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ലോകം മുഴുവൻ ഇവരുടെ മരണത്തെ കാണുമെന്ന് ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും അത്ഭുതമല്ലേ? ടിവിയോ സോഷ്യൽ മീഡിയയോ കണ്ടുപിടിക്കുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം ലോകം മുഴുവൻ ലൈവ് സ്ട്രീം പോലെ കാണുമെന്ന് ബൈബിൾ പറഞ്ഞു. എന്നാൽ ഇതേ സമയത്ത് എതിർ ക്രിസ്തു ആദ്യം മുതൽ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യും. അവൻ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കും. യെരുശലേമിലെ ദൈവാലയത്തിൽ അവന്റെ സ്വന്തം പ്രതിമ സ്ഥാപിക്കുകയും ചെയ്യും. അവനെയും അവന്റെ പ്രതിമയെയും ആരാധിക്കാൻ ലോകത്തെ അവൻ നിർബന്ധിക്കും. ആരാധിച്ചില്ല എങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. ഈ സമയത്ത് തന്നെ 7 വർഷത്തെ സമാധാന കരാർ ഇല്ലാതാകും. ഹിറ്റ്ലർ വളരെ ക്രൂരനായിരുന്നു എന്ന് നമുക്കറിയാം. അതിനേക്കാളും ഏറ്റവും ക്രൂരനായ ഏകാധിപതിയായിരിക്കും ഈ എതിർ ക്രിസ്തു. അന്ത്യനാളുകളിൽ അവൻ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും വേട്ടയാടാൻ തുടങ്ങും. ഇത് സംഭവിച്ച ഉടനെ തന്നെ 14ാമത്തെ അടയാളം സംഭവിക്കും. എതിർ ക്രിസ്തുവിന്റെ കയ്യിൽ നിന്നും അവന്റെ സൈന്യത്തിന്റെ കയ്യിൽ നിന്നും ജൂതന്മാരെ രക്ഷിക്കാനായിട്ട് ദൈവം മരുഭൂമിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവർ ഓടിപ്പോകുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഇസ്രായേലിനോട് വളരെ അടുത്തുള്ള യോർദാനിലെ പെട്ര എന്ന പ്രത്യേക സ്ഥലമായിരിക്കാം ഇതെന്ന് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇടുങ്ങിയ പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണിത്. അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ജൂതന്മാരെ ദൈവം സംരക്ഷിക്കുമെന്ന് ബൈബിൾ പറയുന്നു. നാം ഇപ്പോൾ പറഞ്ഞ അവസാനത്തെ 3 അടയാളങ്ങളും 15ാമത്തെ അടയാളവും വെറും ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് സംഭവിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. യെരുശലേമിൽ ആ 2 സാക്ഷികൾ മരിച്ചല്ലോ. അതിനെ ലോകം മുഴുവൻ ആഘോഷിച്ചു. അതിന് ഇപ്പൊ മറുപടി നൽകാനുള്ള ഊഴമാണ്. ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന ആ സമയത്ത് ദൈവം ആ 2 സാക്ഷികളെയും ഉയർപ്പിക്കുമെന്ന് ബൈബിൾ പറയുന്നു. എല്ലാ ന്യൂസ് ചാനലുകളും ഈ അത്ഭുതകരമായ സംഭവം ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഈ 2 സാക്ഷികളെ സ്വർഗത്തിലേക്ക് എടുക്കുന്നത് വളരെ ഗംഭീരമായ ഒരു സംഭവമായിരിക്കും. ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്നാണ് ബൈബിൾ പറയുന്നത്. അതിനുശേഷം യെരുശലേമിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകും. അതിൽ 7,000 പേർ മരിക്കും. പലരും ദൈവത്തിൽ വിശ്വസിക്കും. അതിനുശേഷം ഇസ്രായേലിൽ നാം ഇതുവരെ പറഞ്ഞതിനേക്കാളും ഒക്കെ അത്ഭുതകരമായ മറ്റൊരു കാര്യം സംഭവിക്കുന്നത് വരെ അടുത്ത 3.5 വർഷത്തേക്ക് എല്ലായിടത്തും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് സംഭവിക്കുന്നത് ഇവിടെയാണ്, ഇസ്രായേലിലെ ഈ ഒലിവുമലയിൽ. യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതും താൻ തിരിച്ചു വരുമെന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും ഇവിടെ വെച്ചാണ്. ഈ 3.5 വർഷത്തിന്റെ അവസാനത്തിൽ യേശു ഒലിവുമലയിലേക്ക് തിരിച്ചു വരുമെന്നും യേശുവിന്റെ പാദം ആ മലയുടെ മുകളിൽ സ്പർശിക്കുമ്പോൾ തന്നെ ആ മല മുഴുവനായി 2ആയി പിളർക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. തുടർന്ന് ക്രിസ്തു എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും നശിപ്പിക്കും. തന്റെ വിജയത്തിന് ശേഷം അവിടുന്ന് യെരുശലേമിലെ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും അവിടെ നിന്ന് 1000 വർഷം ലോകത്തെ ഭരിക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ പറയുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.